പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവിക്കും
പ്രാർത്ഥനയുടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടും നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലറിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായ സഹോദരരെ, സത്യവും മധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുദൃഢവും ഉത്തമവും പ്രസക്തിയോഗ്യമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുകയും അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശിശുക്കളുടെ നന്മയിലും വിശുദ്ധിയും ശാരീരികയും എല്ലാം സ്വയമാക്കി വിശുദ്ധരായി തീരുക. ശിശുമാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗ്ഗരാജ്യത്തിൽ വലിയവരാണ്. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മതിയെ നിർത്തിക്കൊണ്ടറിയിച്ചു, സത്യമായി ഞങ്ങളോട് പറയും, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നതിലാണെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്നെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. സംസ്കാരം
രഹസ്യങ്ങൾ സശീകരിക്കപ്പെടുന്നു. അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവദിക്കണം എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ ബഹുമാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദൈവപുത്രന്റെ ശരീരത്തിലാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുദ്ധരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാനരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. Aguila Maggie,
സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്ന
അവർ മരിക്കുകയില്ല, പ്രകൃത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഇപ്പോഴും